രാവിലെ ചായക്ക് ബട്ടൂരയാണ് ഉണ്ടാക്കിയത്. 2 കരണ്ടി മൈദപ്പൊടി, 1 കരണ്ടി ഗോതമ്പ് പൊടി, 1 കരണ്ടി റവ, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് പരത്തിയെടുത്ത് ഞാനിവിടെ ചെറിയ റൗണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയതിന് ശേഷം ഓവർ തിക്കുമല്ല, എന്നാൽ ഓവർ നൈസും അല്ലാത്ത രീതിയിൽ നമ്മൾ പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയിട്ട് അങ്ങനെ ചെറിയ ബട്ടൂരയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നിട്ട് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചിലരിൽ അപ്പക്കാരിടുന്നത് കാണാം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ പൊങ്ങി വരാനും സോഫ്റ്റിനും ഒക്കെ ആണല്ലോ അപ്പക്കാരിടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അതില്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ ബട്ടൂരയ്ക്ക് ഇന്ന് ബാജിയാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. അപ്പം എല്ലാം ഉണ്ടാക്കാനും പരത്താനും അത് പൊരിച്ചെടുക്കാനും ഒക്കെ സഹായത്തിന് ലക്ഷ്മണുണ്ട് കേട്ടോ. അവനതിങ്ങനെ പൊങ്ങി വരുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പം ഇങ്ങനെ ഞാൻ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവരും കൂടി ഇട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ബട്ടൂരയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ.